അയോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ 22 മെയ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഹാർഡ് എക്സാം ഫാർമസിസ്റ്റിൻ്റെ ആയിരുന്നു എഴുതിയിരുന്നത്. അതാണെങ്കിൽ ആദ്യം തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ദൈവത്തോടാണ്. പിന്നെ താങ്ക്സ് പറയാനുള്ളത് മെഡ് അഡ്വഞ്ചർ ടീംസിനോടാണ്. ആൻഡോ സർ ആണെങ്കിൽ എൻ്റെ സീനിയർ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെഡ് അഡ്വഞ്ചറിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ഹാർഡ് എക്സാമിൻ്റെ സമയത്ത് നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. അവരുടെ തിയറി പാർട്ട് എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സമയത്ത് നല്ല യൂസ്ഫുള്ളാണ് നമുക്ക്. അതേപോലെ തന്നെ എക്സാം സമയത്തുള്ള ലാസ്റ്റ് ടൈമിലുള്ള ക്രാഷ് കോഴ്സും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കൃപ മാമിനോടാണ് താങ്ക്സ് പറയാനുള്ളത്. കൃപ മാം നമ്മൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മാം പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ സഹായിക്കുമായിരുന്നു. ഇപ്പോൾ ടെൻഷൻ അടിച്ച് മാമിന് മെസ്സേജ് അയച്ചാൽ തന്നെ മാം അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാം എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. എല്ലാവരും പറഞ്ഞായിരുന്നു ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കരുത്, അതിനെക്കാട്ടും നല്ലത് ഓഫ്ലൈനിൽ പോകുന്നതായിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് മേ ബി മെഡ് അഡ്വഞ്ചറിൽ ജോയിൻ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് അത്യാവശ്യം എളുപ്പം തന്നെ ആയിരുന്നു. നമുക്ക് ഏത് ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ഓഫ്ലൈനായിട്ട് അവർ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാനും പറ്റുമായിരുന്നു. നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും വീഡിയോ കാണാമായിരുന്നു. എൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ലൈവും ഉണ്ടായിരുന്നു, അല്ലാതെ ഓഫ്ലൈനായിട്ടും നമുക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു. അവർ ടൈം ടേബിൾ ആണ് അതനുസരിച്ചാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് കോഴ്സ് 3 മന്ത്സിനുള്ളിലാണെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് എടുത്തത് ആൻഡോ സർ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞതിലാണ് ഞാൻ എടുത്തത്. അല്ലാതെ എനിക്ക് പേടിയായിരുന്നു ഫസ്റ്റ് എടുക്കാൻ തന്നെ, ക്ലിയർ ചെയ്യുമെന്ന് ഡൗട്ടായിരുന്നു. പക്ഷേ പാറ്റേൺ മാറുന്നതിന് മുന്നിട്ട് ഡേറ്റ് എടുക്കണമെന്ന് സർ തന്നെ പറഞ്ഞത്. അങ്ങനെ എടുത്തു, എളുപ്പം തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. എൻ്റെ ഒരു 50% നമ്മൾ പഠിച്ചതിൽ നിന്നാണ് തന്നെയാണ് വന്നിട്ടുള്ളത്. സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കാൽക്കുലേഷൻ 6 എണ്ണമാണ് വന്നത്. 6 1 നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ. പിന്നെ എക്സാക്റ്റ് അതല്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. പിന്നെ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് നോക്കിയത് തിയറി ആയിരുന്നു. തിയറി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ അല്ലാത്ത ക്വസ്റ്റ്യൻ നോഡിലോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനിടയിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ തിയറി നോക്കും. അങ്ങനെ ആയിരുന്നു. ഒരു ലാസ്റ്റ് പ്രിപ്പറേഷൻ ഡേറ്റ് എടുത്ത സമയത്ത് തിയറിയും നമ്മുടെ ക്വസ്റ്റ്യൻസും നോക്കുമായിരുന്നു. 2 രീതിയിലും നോക്കിയിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. പിന്നെ ക്വസ്റ്റ്യനിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ മാറ്റി ഓപ്ഷൻസ് മാറ്റിയും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസും തിയറിയും കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ മോർ ചൂസ് ചെയ്യാൻ പറയുന്നതെല്ലാം എനിക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ച് ലീസ്റ്റ് ചൂസ് ചെയ്യുന്നതായിട്ടായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യന് ലീസ്റ്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞതല്ല മോറെന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ തിയറി പാർട്ടും കൂടെ പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ ഉള്ളത് ടൈം മാനേജ്മെൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റ് നോക്കേണ്ടത് തന്നെയാണ്. 100 ക്വസ്റ്റ്യൻ 2 hours ആണുള്ളത്. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകണം. അത് നമുക്ക് ടൈമില്ല, അതും കൂടെ മാനേജ് ചെയ്ത് പോകണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുക, പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കുക, പെട്ടെന്ന് തന്നെ എക്സാം എഴുതാൻ നോക്കുക. പാറ്റേൺ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്ത് പാസ്സാവാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ ഒന്നുകൂടെ താങ്ക്സ് പറയാനുള്ളത് മെഡ് അഡ്വഞ്ചർ ടീമിനും ആൻഡോ സറിനും ആൻഡ് ഓൾ ക്രൂ താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ കൃപ മാമിനോട്.